എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് +2 ബയോളജി ടെക്സ്റ്റിലെ സെക്കൻഡ് ചാപ്റ്ററായിട്ട് വരുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോർമലി ബോർഡ് എക്സാമുകാർക്കും CBSEക്കാർക്കും അതുപോലെ തന്നെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും ഒരേപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന കൺസെപ്റ്റ് ബേസിലുള്ള ഒരു കൺസെപ്ഷ്യൽ വീഡിയോ ആണ് നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫെർട്ടിലൈസേഷന് മുൻപിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. സ്ട്രക്ചേഴ്സ് ആൻഡ് ഈവൻറ്റ്സ്, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും അതിൻ്റെ സ്ട്രക്ചറും അവിടെ നടക്കുന്ന പ്രോസസ്സുമാണ് പഠിക്കാനുള്ളത് ആദ്യമായിട്ട്. അതാണ് പ്രീ ഫെർട്ടിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് ആ ഒരു സ്ട്രക്ചറിലേക്ക് പോകാം. പ്ലാന്റ്സിൽ, ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ, അതായത് ആൻജിയോസ്പേംസിൽ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്ന ആ ഒരു മെയിൽ പാർട്ട് എന്ന് പറയുന്നത് സ്റ്റേമനാണ്. സ്റ്റേമൻ്റെ പടമാണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്റ്റേമൻ്റെ പടം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ആന്തർ ഉണ്ട്, ഫിലമെൻ്റ് ഉണ്ട്. ഈ ആന്തറിനെ കുറച്ചുകൂടെ വലുതായി കാണിച്ചാൽ ആന്തറിന് ഒരു 4 ലെയേഴ്സ്, 4 കോളം പോലെയുണ്ട്. അത് ഓരോന്നും ഓരോ മൈക്രോസ്പൊറാഞ്ചിയാണ്. അതൊക്കെ എന്താണെന്ന് പിറകാലെ പറയാം. ഫിലമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ലോങ് സ്ലെൻഡർ സ്റ്റോക്ക് ഈസ് കോൾഡ് ഫിലമെൻ്റ്. ആന്തറിന് 2 ലോബുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേമൻ എന്ന പടം കണ്ടിട്ടുണ്ട്, അതിലെ പാർട്സും അടയാളപ്പെടുത്താൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റേമനിലെ പാർട്സിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ആന്തർ. സ്റ്റേമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആന്തർ. ആന്തർ ബൈലോബ്ഡ് ആണ്. 2 ലോബുകളുണ്ട്. ബൈലോബ്ഡ് ആൻഡ് ഡൈത്തീക്കസ്, അതായത് ഓരോ ലോബും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബൈലോബ്ഡ് ആൻഡ് ഡൈത്തീക്കസ് സ്ട്രക്ചർ. Transverse section of anther contains 4-sided structure consisting of 4 microsporangia. അതായത് ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ എടുത്താൽ ഇതേപോലെ ഇരിക്കും. 4-sided സ്ട്രക്ചറാണ്. ഇതിൽ ഓരോന്നും ഓരോ മൈക്രോസ്പൊറാഞ്ചിയാണ്. എന്താണ് മൈക്രോസ്പൊറാഞ്ചിയ എന്ന് ചോദിച്ചാൽ മൈക്രോസ്പോർ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മൈക്രോസ്പൊറാഞ്ചിയ. മൈക്രോസ്പോറിന് മറ്റൊരു പേരാണ് പോളൻ ഗ്രെയിൻസ്. അടുത്തതായിട്ട് നമുക്ക് മൈക്രോസ്പൊറാഞ്ചിയം കൺസിഡർ ചെയ്യാം. മൈക്രോസ്പൊറാഞ്ചിയം ഈ സെക്ഷൻ്റെ ഒരു എൻലാർജ്ഡ് പടമാണിത്. അപ്പം വാൾസ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ വാൾസ്, ഔട്ടർ ടു ഇന്നർ ആണ് നമ്മൾ പറയുന്നത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിങ് എപ്പിഡെർമിസ് ആണ്. അത് കഴിഞ്ഞാൽ എൻഡോത്തീസിയം, അത് കഴിഞ്ഞാൽ മിഡിൽ ലെയർ, അത് കഴിഞ്ഞാൽ ടപ്പീറ്റം, പിന്നെ സ്പോറോജീനിയസ് ടിഷ്യൂസ് ഇതിൻ്റെ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്തായിട്ട് കാണുന്നുണ്ട്. ഓരോ ലെയറിൻ്റെയും പ്രത്യേക ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയാൽ വാൾസ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം, എപ്പിഡെർമസിൻ്റെയും എൻഡോത്തീസിയത്തിൻ്റെയും മിഡിൽ ലെയറിൻ്റെ ഫംഗ്ഷൻ എന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസൻസ് ഓഫ് ആന്തർ ടു റിലീസ് പോളൻ. അപ്പം അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. പ്രൊട്ടക്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. അടുത്ത ടപ്പീറ്റൽ സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നറിഷ്മെൻ്റ് ആണ് ഫംഗ്ഷൻ. ഇറ്റ് നറിഷസ് ദി ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് ഫ്രം മൈക്രോസ്പൊറാഞ്ചിയം. ഈ ഒരു ചിത്രത്തിൽ നമ്മൾ സ്പോറോജീനിയസ് ടിഷ്യൂസ് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സെൻട്രലായിട്ട് കണ്ടു. എന്താണ് സ്പോറോജീനിയസ് ടിഷ്യൂ, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ സ്പോറോജീനിയസ് ടിഷ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ആണ് സ്പോറോജീനിയസ് ടിഷ്യൂസിൻ്റെ ഫംഗ്ഷൻ. മൈക്രോസ്പോർ ടെട്രാഡ് ആണ് ആദ്യം ഫോം ചെയ്യുന്നത്. എന്താണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം പോളൻ മദർ സെൽ ത്രൂ മിയോസിസ്. മിയോസിസ് എന്ന് പറഞ്ഞ ടേം ഒരിക്കലും മറക്കരുത്, കാരണം ക്രോമസോം നമ്പർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് മൈക്രോസ്പോറോജെനസിസ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം പോളൻ മദർ സെൽ ത്രൂ മിയോസിസ് ഈസ് കോൾഡ് മൈക്രോസ്പോറോജെനസിസ്. മൈക്രോസ്പോറുകൾ ഉണ്ടായതിനു ശേഷം മൈക്രോസ്പോർ അറേഞ്ച്ഡ് ടു ഫോം മൈക്രോസ്പോർ ടെട്രാഡ്. ഓക്കെ, ഇത്തരത്തിൽ മൈക്രോസ്പോർ ടെട്രാഡിൽ നിന്നും മെനി പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദിസ്. ആ മൈക്രോസ്പോർ ടെട്രാഡിൽ നിന്നിട്ടും പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. സ്പോറോജീനിയസ് ടിഷ്യൂസിൻ്റെ ഡിപ്ലോയിഡ് ആണ്, 2n കണ്ടീഷനാണ്. എന്നാൽ അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന
പോളൻ ഗ്രെയിൻസിൻ്റെ പ്ലോയിഡി എന്നത് ഹാപ്ലോയിഡ് ആണ്, അതായത് N കണ്ടീഷനാണ്. അപ്പോൾ സ്പോറോജീനിയസ് ടിഷ്യൂസ് 2N ആണ്, പോളൻ ഗ്രെയിൻസ് N ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പം ഇനി പോളൻ ഗ്രെയിൻസ് എന്താണ്? പോളൻ ഗ്രെയിൻസ് ഇപ്പം നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം, നമ്മൾ സ്റ്റേമനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. മെയിൽ പാർട്ടാണ്, അതിൽ നിന്നും ആന്തറിലേക്ക് വന്നു. ആ ആന്തറിൽ നിന്നിട്ടും ആന്തറിന് ഏതൊക്കെ പാർട്സ് ഉണ്ട്, അതിനകത്ത് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയത്തിലെത്തി. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ വാൾസും അതിൻ്റെ ഫംഗ്ഷനും ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞു മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്നും ഉണ്ടാവുന്ന സാധനമാണ് മൈക്രോസ്പോർ അഥവാ പോളൻ ഗ്രെയിൻസ്. ഇനി പോളൻ ഗ്രെയിൻസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന്, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. പോളൻ ഗ്രെയിൻസിനെ മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്നാണ് പറയുന്നത്. പോളൻ ഗ്രെയിൻസിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ അതിനൊരു ഡബിൾ കവറിങ് അല്ലെങ്കിൽ ഒരു വാളുണ്ട്, 2 വാളുണ്ട്. ആ 2 വാൾ കഴിഞ്ഞിട്ട് മെച്ചുവറായിട്ടുള്ള പോളൻ ഗ്രെയിൻസിന് 2 പ്രധാനമായിട്ടുള്ള സെൽസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് പോളൻ ഗ്രെയിൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിങ്ങിന് എക്സൈൻ എന്ന് പറയും, അതിന് തൊട്ട് ഇന്നർ മോസ്റ്റ് കവറിങ്ങിന് ഇൻറ്റൈൻ എന്ന് പറയും. ഇനി മെച്വർ പോളൻ ഗ്രെയിൻസിന് 2 സെല്ലാണുള്ളത്. ഒന്ന് വെജിറ്റേറ്റീവ് സെല്ല്, അതിൻ്റെ പ്രത്യേകത ഫുഡ് അബണ്ടൻസ് ആണ്, അതുകൊണ്ട് തന്നെ നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ സെല്ലെന്ന് പറയുന്നത് ജനറേറ്റീവ് സെല്ലാണ്. ജനറേറ്റീവ് സെല്ലിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ജനറേറ്റീവ് സെല്ലിന് മൈറ്റോസിസ് ഡിവിഷൻ സംഭവിച്ചിട്ടാണ് സ്പേം സെല്ല് ഉണ്ടാവുന്നത്. 2 സ്പേം സെല്ല് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പോളൻ ഗ്രെയിൻസിൽ നിന്നും സ്പേം ഉണ്ടാവുന്നത് ജനറേറ്റീവ് സെല്ലിൻ്റെ ഡിവിഷൻ കൊണ്ടിട്ടാണ്, മൈറ്റോസിസ് ഡിവിഷൻ. അവിടെ ക്രോമസോം നമ്പർ പിന്നെയും കുറയുന്നില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവിടെ ക്ലീവേജ് നടക്കുന്നത്. വാൾസ് ഓഫ് പോളൻ ഗ്രെയിൻസ് എന്ന സെക്ഷന് അത്യധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. കാരണം കുറേ അധികം പെക്യുലിയർ ഫീച്ചേഴ്സ് അതിനുണ്ട്. അത് നമുക്ക് ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിങ് ആയിട്ടുള്ള എക്സൈൻ എന്ന പോർഷന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. എക്സൈൻ ആണ് പോളൻ ഗ്രെയിൻസിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ്. എക്സൈൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ് ഔട്ടർ ലെയർ ആണ്, മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപോളനിൻ. അപ്പോൾ സ്പോറോപോളനിൻ എന്ന ഓർഗാനിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് എക്സൈൻ എന്ന പോർഷൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എക്സൈൻ മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപോളനിൻ. സ്പോറോപോളനിൻ ഈസ് മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ പോളൻ ഗ്രെയിൻസിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ pH. നോ എൻസൈം ദാറ്റ് ക്യാൻ ഡീഗ്രേഡ്സ്. എൻസൈമിനൊന്നും തന്നെ ഡീഗ്രേഡ് ചെയ്ത് കളയാൻ പറ്റൂല. ഇറ്റ് പ്രിസർവ്ഡ് ആസ് ഫോസിൽസ്. ഫോസിൽസ് മീൻസ് ഒരിക്കലും നശിക്കാതെ കിടക്കുന്നത് കൊണ്ടിട്ടാണ് നമുക്കതിനെ ഫോസിലായിട്ട് നമുക്ക് പ്രിസർവ് ചെയ്യാം എന്ന് നമ്മൾ പറയുന്നത്. ഹൈ, അതായത് വലിയ ആസിഡ് pHയിലും ബേസിക് pHയിലും ഒക്കെ പോളൻ ഗ്രെയിൻസിന് എക്സിസ്റ്റ് ചെയ്യാനുള്ള നേച്ചർ ഉണ്ട്, ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് സ്പോറോപോളനിൻ. Sporopollen is one of the most resistant organic material. അടുത്തതായിട്ട് ഇന്നർ വാൾ ആയിട്ടുള്ള ഇൻറ്റൈൻ നമുക്ക് കൺസിഡർ ചെയ്യാം. പോളൻ ഗ്രെയിൻസിൻ്റെ ഇന്നർ വാളാണ് ഇൻറ്റൈൻ. ഇൻറ്റൈൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇൻറ്റൈൻ എന്ന് പറയുന്നത് ഒരു തിൻ കണ്ടിന്യൂസ് ലെയർ ആണ്. അതെന്തുകൊണ്ടാണ് തിൻ കണ്ടിന്യൂസ് ലെയർ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്, അതെന്തുകൊണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അവസാനം പറയാം. ഇൻറ്റൈൻ എന്ന ലെയർ അടുത്തതായിട്ട് മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ എന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ്. അപ്പോൾ എക്സൈൻ എന്താണ്? സ്പോറോപോളനിൻ. ഇൻറ്റൈൻ എന്ന് പറയുന്നത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻറ്റൈൻ കണ്ടിന്യൂസ് ലെയർ ആണ്, അതായത് കണ്ടിന്യൂറ്റി പോകുന്നില്ല. പക്ഷേ എക്സൈൻ എന്നത് ഞാൻ ഈ പടത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെയർ ആണെങ്കിലും ഒരു ചില പോർഷനിൽ നമുക്കിവിടെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം, ചില സെക്ഷനിൽ എക്സൈൻ എന്ന സെക്ഷൻ ആബ്സെൻ്റ് ആണ്. എക്സൈൻ എന്ന പോർഷൻ ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. അവിടെ പോളൻ ജെർമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ആ ഒരു കാര്യം കൊണ്ടിട്ടാണ് ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടത്. മീൻസ് ഇൻറ്റൈൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലെയർ ആണ്. എക്സൈൻ്റെ ചില പോർഷൻ കണ്ടിന്യൂസ് അല്ല, ചില പോർഷൻ അല്ല, വളരെ സ്മാൾ പോർഷൻ. അവിടെ ജെർമിനേഷൻ നടക്കാൻ, പോളൻ ജെർമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് സ്പോട്ടിൽ എക്സൈൻ എന്നത് ആബ്സെൻ്റ് ആയിരിക്കും. അടുത്തതായിട്ട് പറയുന്നത് പോളൻ ഗ്രെയിൻസിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ്. പോസിറ്റീവായിട്ടുള്ള പ്രത്യേകതകളും നെഗറ്റീവായിട്ടുള്ള പ്രത്യേകതകളുമാണ്. അതിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള പ്രത്യേകതകൾ തന്നെ ആദ്യം നോക്കാം. പോളൻ ഗ്രെയിൻസ് കൊണ്ട് എന്തൊക്കെയാണ് നെഗറ്റീവ്സ് എന്ന് ചോദിച്ചാൽ, പോളൻ ഗ്രെയിൻസ് കോസ് അലർജി. അലർജി ഉണ്ടാക്കുന്ന ആളാണ് പോളൻ ഗ്രെയിൻസ്. അടുത്തത് പോളൻ ഗ്രെയിൻസ് കോസ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നതിന് പോളൻ ഗ്രെയിൻസ് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പാർത്തീനിയം ക്യാരറ്റ് ഗ്രാസ്. അതൊരു എക്സാമ്പിളാണ്, ഒരു വീറ്റ് വെറൈറ്റിയാണ്. അത് വളരെയധികം അലർജിക് കോസിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്.
അതുകൊണ്ടാണ് NCERT ടെക്സ്റ്റിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് പാർത്തീനിയം, ക്യാരറ്റ് ഗ്രാസും പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് പോളൻ ഗ്രെയിൻസിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആട്രിബ്യൂട്ടുകൾ നോക്കാം. പോളൻ ഗ്രെയിൻസ് എന്നത് ന്യൂട്രിയൻസ് എൻറിച്ച്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ പോളൻ ടാബ്ലറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. പോളൻ ടാബ്ലറ്റ് യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് പോളൻ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോളൻ ഗ്രെയിൻസ് യൂസ്ഡ് ആസ് സിറപ്പ് ടു മേക്ക് ആസ് ഫുഡ് സപ്ലിമെൻറ്റ്. അപ്പം സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതും ഫുഡ് സപ്ലിമെൻറ്റിന് വേണ്ടിയിട്ടാണ് സിറപ്പിൻ്റെ രൂപത്തിലും പോളൻ ഗ്രെയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു, പോളൻ ടാബ്ലറ്റ്സും പോളൻ സിറപ്പും. വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഭാവിയിലെ കരുതലിനും റിസർച്ചിനുമായിട്ട് വേണ്ടിയിട്ട് ഉള്ള സാധനമാണ് പോളൻ ബാങ്ക്സ്. പോളൻ ബാങ്കുകളിൽ നമുക്ക് പോളൻ ഗ്രെയിൻസ് പ്രിസർവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. യൂസ്ഡ് ടു പ്രിസർവ് പോളൻ ഗ്രെയിൻസ്. അപ്പോൾ ലിക്വിഡ് നൈട്രജനിൽ -196°C ലിക്വിഡ് നൈട്രജനിൽ 196°C പ്രിസർവ് ചെയ്ത് വെച്ചാൽ എത്ര നാൾ കഴിഞ്ഞാലും പോളൻ ഗ്രെയിൻസിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് എഗെയിൻ കുറേ നാൾക്ക് ശേഷം, കുറേ ഇയേഴ്സിന് ശേഷം നമുക്ക് പിന്നെയും റിസർച്ച് പ്രോഗ്രാമുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പോളൻ ഗ്രെയിൻസിനെ വയബിലിറ്റി നഷ്ടപ്പെടാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് പോളൻ ബാങ്ക്സ് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും അതിൻ്റെ ഈവൻറ്റുകളും, ആ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും അതിൻ്റെ പ്രത്യേകതകളും. അടുത്തതായിട്ട് നമ്മൾ പോണത് ഫീമെയിൽസ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും അതിൻ്റെ ഫീച്ചേഴ്സുമാണ്. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് പറയുന്ന പേരാണ് ഗൈനീഷ്യം അഥവാ പിസ്റ്റൽ. എന്താണ്? പിസ്റ്റൽ എന്നാണ് പറയുന്നത്. ഒരു സിംഗിൾ പിസ്റ്റൽ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന് പ്രധാനമായിട്ട് 3 പാർട്സ് ഉണ്ട്. ഇതാണ് പിസ്റ്റലിൻ്റെ സ്ട്രക്ചർ: സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. അതായത് പോളൻ ഗ്രെയിൻസ് നമ്മൾ പഠിച്ചു. ആ പോളൻ ഗ്രൈൻസ് ഈ സ്റ്റിഗ്മയിലേക്ക് വന്ന് ലാൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് സ്റ്റൈൽ വഴി ഓവറിയിൽ ഇറങ്ങിച്ചെന്നിട്ട് അവിടെയാണ് നമ്മൾ ഓവവുമായിട്ട് ഫോം ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്ത് എംബ്രിയോജെനസിസ് വഴി പുതിയ പ്ലാന്റ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റിഗ്മ, എന്താണ് സ്റ്റൈൽ, എന്താണ് ഓവറി എന്നതൊന്നും അറിഞ്ഞിരിക്കുക ഒരു സെൻറ്റൻസ് വഴി. സ്റ്റിഗ്മ എന്നത് ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ പോളൻ ഗ്രെയിൻസ് എന്നതാണ്. സ്റ്റൈൽ എന്നത് ഇലോങ്ങേറ്റർ സ്ലെൻഡർ ആയിട്ടുള്ള പാത്താണ് ജസ്റ്റ് ബിനീത്ത് സ്റ്റിഗ്മയുടെ തൊട്ട് താഴെ കാണപ്പെടും. അടുത്ത ഓവറി എന്നത് പിസ്റ്റലിൻ്റെ ഏറ്റവും ബേസ് പോർഷനിൽ കാണപ്പെടുന്ന ബൾജ്ഡ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം: സ്റ്റിഗ്മ ഈസ് ദി ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ പോളൻ ഗ്രെയിൻസ്. സ്റ്റൈൽ ഈസ് ഇലോങ്ങേറ്റഡ് സ്ലെൻഡർ പാത്ത് ബിനീത്ത് സ്റ്റിഗ്മ. ഓവറി ഈസ് ദി ബേസൽ ബൾജ്ഡ് പാർട്ട് ഓഫ് പിസ്റ്റൽ. ഫീമെയിൽ അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഫീമെയിൽ സ്ട്രക്ചറിനെ പിസ്റ്റൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനറൽ ടേമായിട്ട് ഗൈനീഷ്യം എന്ന പേരും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടൊരു ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്, ഗൈനീഷ്യം. അപ്പോൾ ഗൈനീഷ്യത്തിൽ ഒരൊറ്റ പിസ്റ്റലാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ മോണോ കാർപ്പിലറി എന്ന് പറയും. ഇനി ഒന്നിൽ കൂടുതൽ പിസ്റ്റലാണ് കാണപ്പെടുന്നതെങ്കിൽ മൾട്ടി കാർപ്പിലറി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, ഒന്നിൽ കൂടുതൽ പിസ്റ്റലുകൾ ഗൈനീഷ്യത്തിൽ ഒക്കുപ്പൈ ചെയ്യാറുണ്ട്. സിംഗിൾ പിസ്റ്റൽ ആണെങ്കിലാണ് നമ്മൾ മോണോ കാർപ്പിലറി എന്ന് പറയുന്നത്. മൾട്ടി കാർപ്പിലറി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പിസ്റ്റലുള്ളപ്പോഴാണ്. അടുത്തതായിട്ട് ഒന്നിൽ കൂടുതൽ പിസ്റ്റലുള്ള കേസിൽ നമുക്ക് 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നിൽ കൂടുതൽ പിസ്റ്റലുകൾ ഇരിക്കുമ്പോൾ ആ പിസ്റ്റലുകൾ തമ്മിൽ ഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ സിൻകാർപ്പസ് എന്ന് പറയും. പിസ്റ്റലുകൾ ഒന്നിൽ കൂടുതൽ ഇരിക്കുമ്പോൾ അത് ഫ്യൂസ് ചെയ്യാതെ ഫ്രീ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് അപ്പോകാർപ്പസ്. സിൻകാർപ്പസ് എന്ന ടേമും അപ്പോകാർപ്പസ് എന്ന ടേമും ഒരിക്കലും മറന്നു പോകരുത്. പിസ്റ്റൽ ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻകാർപ്പസ്, പിസ്റ്റൽ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോകാർപ്പസ്. അടുത്തതായിട്ട് ഓവറിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇൻസൈഡ് ദി ഓവറിക്കകത്ത് ഓവറി കണ്ടെയ്ൻസ് പ്ലാസെൻഡ. അപ്പോൾ പ്ലാസെൻഡ എന്ന ഒരു സ്ട്രക്ചർ ഓവറിക്കകത്തുണ്ട്. ഓവ്യൂൾസ് അറൈസിങ് ഫ്രം പ്ലാസെൻഡ. അതായത് ഓവ്യൂൾസ് ആണ് ഇവിടുത്തെ മെഗാസ്പോർ. അപ്പോൾ മെഗാസ്പൊറാഞ്ചിയ,
അതല്ലേ ഉദ്ദേശിച്ചത്. അപ്പം ഓവ്യൂൾസ് നമ്മുടെ പ്ലാസൻഡ എന്ന് പറഞ്ഞ മെഗാസ്പൊറാഞ്ചിയത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഓവ്യൂൾസ് അറൈസിങ് ഫ്രം പ്ലാസൻഡ, അതായത് മെഗാസ്പൊറാഞ്ചിയ. ഇനി അവിടെ നിന്നിട്ട് ഓവ്യൂൾ, അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് ഡീപ്പായിട്ട് സ്റ്റഡി വേണ്ടത്. നമുക്ക് പറയാം, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ നമ്മൾ പോളൻ ഗ്രെയിൻസ് ഒക്കെ പഠിച്ച ഒരു സ്ഥാനത്ത് നമുക്ക് ഓവ്യൂൾസിനെയും കാണാം. ഓവ്യൂൾസിൽ നിന്നാണ് ഇനി അതർ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവേണ്ടത്. ആ ഡെവലപ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ് അടുത്ത പറയുന്നത്. അപ്പോൾ നമുക്ക് ഓവ്യൂൾ എന്ന ഒരു സെക്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഓവ്യൂൾ അഥവാ മെഗാസ്പൊറാഞ്ചിയ. അപ്പോൾ ഓവ്യൂൾ എന്ന സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നേക്കുന്ന ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇതൊരു അനാട്രോപ്പസ് ടൈപ്പ് ഓവ്യൂളാണ്. അപ്പോൾ ഓവ്യൂൾ എന്നതിന് പ്രധാനമായിട്ടും ഈ ഒരു മൊത്തം സ്ട്രക്ചർ എന്ന് പറയുന്നവരാണ് ഓവ്യൂൾ. ഓവ്യൂളിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഹൈലം, ഫ്യൂണിക്കിൾ, മൈക്രോപൈൽ, MI ആണ്. ഔട്ടർ ഇൻറ്റഗുമെൻറ്റ്, ഇന്നർ ഇൻറ്റഗുമെൻറ്റ്, ന്യൂസലസ് ടിഷ്യൂ, എംബ്രിയോ സാക്ക്, ചലാസ. അപ്പോൾ ഇത്രയും പാർട്സാണ് ഒരു ഓവ്യൂളിന് ഉള്ളത്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് അനോട്രോപ്പസ് ടൈപ്പ് ഓവ്യൂൾ പഠിക്കാൻ NCERT തന്നത് എന്ന് നോക്കാം. എന്താണ് ഒരു അനാട്രോപ്പസ് ഓവ്യൂൾ? ഇൻവേർട്ട് ഷേപ്പിൽ കാണപ്പെടുന്ന ഓവ്യൂളിന് പറയുന്ന പേരാണ് അനാട്രോപ്പസ് ഓവ്യൂൾ. മൈക്രോപൈൽ കം നിയർ ടു ഫ്യൂണിക്കിൾ. മൈക്രോപൈൽ എന്നത് ഫ്യൂണിക്കിളിന് അടുത്തായിട്ട് കാണപ്പെടുന്നു. ആ ഒരു കണ്ടീഷൻ വരണം. അടുത്തതായിട്ട് ചലാസയും മൈക്രോപൈലും ഒരു സ്ട്രൈറ്റ് ലൈനിൽ വരണം. ചലാസയും മൈക്രോപൈലും ഒരു ആക്സിസ് വരച്ചാൽ സ്ട്രൈറ്റ് ലൈനിൽ കിട്ടണം. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓവ്യൂളിന് പറയുന്ന പേരാണ് അനാട്രോപ്പസ് ടൈപ്പ് ഓവ്യൂൾ. ഇൻവേർട്ടഡ് ഓവ്യൂൾ ആവണം, മൈക്രോപൈൽ കം നിയർ ടു ഫ്യൂണിക്കിൾ ആവണം, ചലാസ ആൻഡ് മൈക്രോപൈൽ ലൈൻ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. ഈ ഓവ്യൂൾ തന്നിട്ട് ഇതെങ്ങനെ ഇൻവേർട്ടഡ് ടൈപ്പ് ഓവ്യൂളായി എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അല്ലെങ്കിൽ സംശയം വരുന്നവർക്കായിട്ടുള്ള ഒരു ആൻസറാണിത്. ഇതെങ്ങനെ ഇൻവേർട്ടഡ് ഓവ്യൂളായെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ന്യൂസെലസ് കണ്ടോ? ന്യൂസെലസും എംബ്രിയോ സാക്കും ഇരിക്കുന്നത് ഒരു ബോൾ പോലെ നിങ്ങൾ സങ്കല്പിക്കുക. ആ ബോള് മൈക്രോപൈലിൻ്റെ അടുത്ത റീജിയനിലേക്ക് ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. മീൻസ് നോർമലായിട്ടുള്ള ഓവ്യൂൾ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് അല്ലാത്ത ഓവ്യൂൾ ആകുമ്പോഴത്തേക്ക് ഈ സെക്ഷൻ നേരെ തിരിഞ്ഞ്, അല്ലെങ്കിൽ ഇത് കുറച്ച് ഈ ഒരു ഇത്രയും സെക്ഷൻ മുഴുവൻ ഇച്ചിരി ഇങ്ങോട്ട് താഴേക്കായിരിക്കും ഇരിക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ടിട്ടാണ് അതിനെ ഇൻവേർട്ടഡ് ഓവ്യൂൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് മൈക്രോപൈൽ ഹൈലത്തിന് അടുത്തെത്തിയത്. അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഓവ്യൂൾ കൂടി ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ള അനാട്രോപ്പസ് ടൈപ്പ് ഓവ്യൂൾ എന്താണെന്ന് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് ഫ്യൂണിക്കിൾ, ഓരോന്നിൻ്റെയും ഫങ്ഷൻ ഓരോന്നും എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ പടവും കാണാം, നിങ്ങൾ പടവും കൂടെ നോക്കിക്കോണം. ഫ്യൂണിക്കിൾ എന്നാൽ ഓവ്യൂൾ അറ്റാച്ച്ഡ് ടു പ്ലാസൻഡ ബൈ മീൻസ് ഓഫ് സ്റ്റാക്ക് ആണ്. എന്താണ് ഓവ്യൂൾ അറ്റാച്ച്ഡ് ടു പ്ലാസൻഡ ബൈ മീൻസ് ഓഫ് സ്റ്റാക്ക്? ഓവ്യൂൾ അറ്റാച്ച്ഡ് ടു പ്ലാസൻഡ. ഫ്യൂണിക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പം ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത് ഓവ്യൂൾ അറ്റാച്ച്ഡ് ടു പ്ലാസൻഡ ബൈ മീൻസ് ഓഫ് സ്റ്റോക്കിന് പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ. അടുത്ത ഹൈലം എന്താണെന്ന് ചോദിച്ചാൽ, ബോഡി ഓഫ് ഓവ്യൂൾ ഫ്യൂസ്ഡ് വിത്ത് ഫ്യൂണിക്കിൾ. ഓവ്യൂളിൻ്റെ ബോഡി ഓഫ് ഓവ്യൂൾ ഫ്യൂസ്ഡ് വിത്ത് ഫ്യൂണിക്കിൾ. ഓവ്യൂളിൻ്റെ ബോഡി ഫ്യൂണിക്കിളുമായിട്ട് ഫ്യൂസ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ഹൈലം. അടുത്തതായിട്ട് ഇൻറ്റഗുമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇൻറ്റഗുമെൻറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് എൻവലപ്പ്. രണ്ട് ഇൻറ്റഗുമെൻ്റ് ഉണ്ട്, ഔട്ടർ ഇൻറ്റഗുമെൻറ്റും ഇന്നർ ഇൻറ്റഗുമെൻറ്റും. ഇൻറ്റഗുമെൻസിൻ്റെ രണ്ടിൻ്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവായിട്ടുള്ള എൻവലപ്പാണ്. അതിനെ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ പോളൻ ഗ്രെയിൻസ് ഇതിനകത്തേക്കാണ് ഇറങ്ങി വരേണ്ടത്. അപ്പം ഇതിലേക്കൂടെ ഒന്നും വന്ന് പോളൻ ഗ്രെയിൻസിന് ചാടി അകത്തേക്ക് കയറാൻ പറ്റൂല. കാരണം ഇൻറ്റഗുമെൻ്റ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട്. അതുകൊണ്ട് മൈക്രോപൈൽ റീജിയനിലൂടെ മാത്രമേ ആന്തറിന് കടന്നു വരാൻ പറ്റത്തുള്ളൂ. അപ്പം ഇൻറ്റഗുമെൻസ് മനസ്സിലായി. അടുത്തതായിട്ട് മൈക്രോപൈൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇൻറ്റഗുമെൻറ്റ് നോട്ട് എൻവലപ്ഡ് റീജിയൻ. നമുക്ക് നോക്കാം, ഇൻറ്റഗുമെൻറ്റ് മൈക്രോപൈൽ റീജിയനിൽ എൻവലപ്പ് ചെയ്തിട്ടില്ല, അവിടെ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റഗുമെൻറ്റ് നോട്ട് എൻവലപ്ഡ് റീജിയൻ എന്ന് പറയുന്ന പേരാണ് മൈക്രോപൈൽ. അടുത്തതായിട്ട് ചലാസ എന്താണെന്ന് നോക്കാം. ഓപ്പോസിറ്റ് ടു മൈക്രോപൈലാർ എൻഡ്. മൈക്രോപൈലാർ എൻഡിന് പറയുന്ന പേരാണ് ചലാസ, അല്ലേ? ചലാസ ഇസ് ഓപ്പോസിറ്റ് ടു മൈക്രോപൈലാർ എൻഡ്. അടുത്തതായിട്ട് പഠിക്കേണ്ടത് എന്താണ് മെഗാസ്പോറോജെനസിസ് എന്ന കാര്യമാണ്. മെഗാസ്പോറോജെനസിസ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ ഫ്രം മെഗാസ്പോർ മദർ സെൽ. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും മെഗാസ്പോർ
ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? മെഗാസ്പോറോജെനസിസ്. മെഗാസ്പോർ എന്ന് പറയുന്നത് മിയോസിസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ടിട്ട് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും. മെഗാസ്പോർ മദർ സെല്ലിലാണെങ്കിൽ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും. 2n കണ്ടീഷനിലായിരിക്കും മെഗാസ്പോർ മദർ സെല്ല്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം, മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്നാൽ മാത്രമാണ് മൈക്രോസ്പോറോജെനസിസ് വഴി മെഗാസ്പോർസ് ഫോം ചെയ്യുക. 4 മെഗാസ്പോർ ആണ് ഫോം ചെയ്യുന്നത്. നോട്ട് ദാറ്റ് 4 മെഗാസ്പോർ ഈസ് ഫോംഡ്, 3 ഗെറ്റ് ഡിസിൻറ്റഗ്രേറ്റ്സ്, 3 നശിച്ചു പോകും, ആൻഡ് 1 ഈസ് ഫങ്ഷണൽ മെഗാസ്പോർ. അതിനാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവേണ്ടത്. അതായത് 4 മെഗാസ്പോർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതിലെ 3 ഡാമേജ്ഡായി പോകുന്നുണ്ട്, റിമെയിൻ വരുന്ന 1 ആണ് ഫങ്ഷണൽ. അപ്പോൾ ആ ഫങ്ഷണൽ മെഗാസ്പോറിനാണ് ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതിനെന്ത് ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കുന്നു? അപ്പോൾ ഈ 3 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ഈ 3 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് നശിച്ചു പോകുന്നത് മറ്റ് ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോറിന് നറിഷ്മെൻറ്റ് കൂടെയാണെന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻറ്റും നമ്മൾ ഇൻഡയറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫങ്ഷണൽ ആയിട്ടുള്ള ആ മെഗാസ്പോർ ഫർദർ ഡെവലപ്പ് ചെയ്തിട്ട് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ട് മാറാൻ വേണ്ടതാണ്. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് എംബ്രിയോ സാക്ക്. അപ്പോൾ എംബ്രിയോ സാക്കാണ്. അതുകൊണ്ട് ഓവ്യൂളിൻ്റെ പടത്തിൽ എംബ്രിയോ സാക്ക് കണ്ടില്ലേ? എംബ്രിയോ സാക്ക്. അപ്പോൾ എംബ്രിയോ സാക്കാണ് അടുത്തതായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഓവ്യൂളിലും വന്നു, അതിൻ്റെ അകത്ത് എംബ്രിയോ സാക്കിൽ പോയി അവിടെ മെഗാസ്പോർ ഉണ്ടായിട്ട് അവിടെ നിന്നും എങ്ങനെയാണ് എംബ്രിയോ സാക്ക് ജനറേറ്റ് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് എന്നതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. മുൻപ് പറഞ്ഞ പ്രകാരം 4 മെഗാസ്പോർ ഉണ്ടായി, 3 ഡിസിൻഗ്രേറ്റ് ചെയ്ത് പോയി, ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടായി. കണ്ടോ? മെഗാസ്പോർ ടെട്രാഡ്. 4 മെഗാസ്പോർ ഉണ്ടായി, 3 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി, റിമൈനിങ് ആയിട്ടുള്ള 1 ഉണ്ട്. ഓൺലി 1 ഈസ് ഫങ്ഷണൽ. ആ മെഗാസ്പോർ എടുത്തു, അതിന് ഡിവിഷൻ നടക്കുകയാണ്. ആ ഒരു സെല്ലെന്ന് പറയുന്നത് 2 ന്യൂക്ലിയസ് ആയിട്ട് മാറി. ഓക്കെ, മനസ്സിലായോ? അവിടുത്തെ ന്യൂക്ലിയസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ് ഉള്ള കണ്ടീഷനായി, എന്നിട്ടത് 4 ന്യൂക്ലിയസ് ഉള്ള കണ്ടീഷനായി, അത് 8 ന്യൂക്ലിയസ് ഉള്ള കണ്ടീഷനിലായി. ആ സെല്ല് എത്രയായി? 8 ന്യൂക്ലിയസ്. ആ 8 ന്യൂക്ലിയസ് ഉള്ളത് ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 8 ന്യൂക്ലിയസ്, 1 2 3 4 5 6 7 8, 3 ഒരറ്റത്ത് പോയി, ചലാസൽ എൻഡിലേക്ക് പോയി, അതായത് താഴ്ഭാഗത്തേക്ക്. അനോട്രോപ്പസ് ഓവ്യൂളാണെങ്കിൽ അതിൻ്റെ ചലാസൽ എൻഡെന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ചലാസൽ എൻഡിലേക്ക് വന്നു, 3 ന്യൂക്ലിയസ്, അത് 3 സെൽസായിട്ട് മാറി അവിടെ. ഇനി ഒരു സെല്ലെന്ന് പറയുന്നത് നടുക്ക് സെൻട്രൽ പ്ലേസ് ചെയ്ത പോളാർ ന്യൂക്ലിയസ് ആണ്. ആ പോളാർ സെല്ലെന്ന് പറയുന്ന പോളാർ ന്യൂക്ലിയസിൽ 2 ന്യൂക്ലിയസ് ആണ് ഉള്ളത്. പിന്നെ 1 എഗ്ഗ് സെല്ലിൽ പോയിട്ട് ബാക്കി 2 സൈനർ ഗെറ്റ്സ്. അപ്പോൾ ഒരു എംബ്രിയോസാക്ക് നോക്കിയാൽ ചലാസൽ എൻഡിൽ 3 ആൻറ്റിപോഡൽസ് വിത്ത് 3 ന്യൂക്ലിയസ്, 3 ആൻറ്റിപോഡൽ സെൽസ് കാണാം, ഒരു പോളാർ ന്യൂക്ലിയ കാണാം. ആ പോളാർ ന്യൂക്ലിയ എന്ന് പറയുന്നത് 2 ന്യൂക്ലിയസ് കൊണ്ടിട്ടാണെന്ന് അറിയാം. അടുത്ത എഗ്ഗ് സെല്ലാണ്. എഗ്ഗ് സെല്ലിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. എഗ്ഗ് സെല്ലിൽ നിന്നിട്ടാണ് നമുക്ക് സൈഗോട്ട് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഒരു എഗ്ഗ് സെല്ല്, 2 സൈനർ ഗിഡ്, പിന്നെ ഒരു ഫിലിഫോം അപ്പാരറ്റസ്. ഇതുവഴിയാണ് എന്ത് എൻ്റർ ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസിൻ്റെ മെയിൽ ഗമേറ്റ്സ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് ഫിലിഫോം അപ്പാരറ്റസ്. അപ്പോൾ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് എന്ന ടാഗിലാണ് നമ്മൾ എംബ്രിയോ സാക്കിനെ അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ്? 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് അല്ലേ? 7 സെല്ല് 1 2 3 4 5 6 7, 7 സെൽഡ്, പക്ഷേ 8 ന്യൂക്ലിയേറ്റഡ് ആണ്. 1 2 3 4 5 6 7 8. അപ്പം 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് ആണ് എംബ്രിയോ സാക്ക്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ഫീമെയിൽസിൻ്റെയും മെയിൽസിൻ്റെയും സ്ട്രക്ചർ നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സിൽ പഠിച്ചതിന് ശേഷം അടുത്തതായിട്ട് മെക്കാനിസമാണ് പഠിക്കുന്നത്, പോളിനേഷൻ മെക്കാനിസം. പോളൻ ഗ്രെയിൻസ് ഉണ്ടായത് അതെങ്ങനെയാണ് സ്റ്റിഗ്മ അല്ലെങ്കിൽ പിസ്റ്റിലിലേക്ക് എത്തുന്നത് സ്റ്റേമനിൽ നിന്നും എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒരു ഫിനോമിനൻ, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദി സ്റ്റിഗ്മ ഓഫ് ദി പിസ്റ്റിൽ എന്ന് പറയുന്നതാണ് പോളിനേഷൻ. ആന്തറിൽ നിന്നിട്ടും പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്തിട്ട് സ്റ്റിഗ്മ ഓഫ് ദി പിസ്റ്റിലിലേക്ക്, പിസ്റ്റിലിൻ്റെ ലാൻഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്ന പ്രോസസ്സാണ് പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദി പിസ്റ്റിൽ ഈസ് ടേംഡ് ആസ് പോളിനേഷൻ.
ഈ പോളിനേഷൻ വഴിയാണ് അടുത്തൊരു ജനറേഷൻ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് മെയിൽ ഫീമെയിൽ പാർട്സ് തമ്മിൽ യോജിക്കുന്നത്. അപ്പം കൈൻഡ്സ് ഓഫ് പോളിനേഷൻ പ്രധാനമായിട്ട് 3 ടൈപ്പ് പോളിനേഷൻ ഉണ്ട്. ഓട്ടോഗമി, ഗെയ്റ്റണോഗമി ആൻഡ് സെനോഗമി. നമുക്ക് ആദ്യമായിട്ട് ഓട്ടോഗമി ഡിസ്കസ് ചെയ്യാം. എന്താണ് ഓട്ടോഗമി എന്ന് ചോദിക്കാം. ഓട്ടോഗമി എന്നാൽ പോളിനേഷൻ അച്ചീവ്ഡ് വിത്തിൻ ദി സെയിം ഫ്ലവർ ഓഫ് ദി സെയിം പ്ലാന്റ്. സെയിം പ്ലാന്റിലെ സെയിം ഫ്ലവർ വിത്തിൻ ദി ഫ്ലവർ, ആ ഫ്ലവറിൽ തന്നെ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ പോളിനേഷൻ അച്ചീവ്ഡ് വിത്തിൻ ദി സെയിം ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്. അപ്പം ഒരു പ്ലാന്റിൽ ആ സെയിം ഫ്ലവറിൽ തന്നെയാണ് പോളിനേഷൻ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓട്ടോഗമി. അതൊരു സെൽഫ് പോളിനേഷൻ മെത്തേഡ് ആയിരിക്കും. അപ്പോൾ ഓട്ടോഗമിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. വയല, ഓക്സാലിസ്, കൊമലീന. ഈ 3 പ്ലാന്റ്സിലും 2 ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഏതൊക്കെ ടൈപ്പ് ഫ്ലവേഴ്സ് ആണെന്ന് ചോദിച്ചാൽ ഓട്ടോഗമിയുടെ സെക്ഷനായിട്ട് പഠിക്കുന്ന ഫ്ലവർ ടൈപ്പ് ഒന്ന് കാസ്മോഗ്യാമസ് ഫ്ലവറും രണ്ടാമത്തത് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവറും. എന്താണ് കാസ്മോഗ്യാമസ് ഫ്ലവർ എന്ന് ചോദിച്ചാൽ ആന്തർ ആൻഡ് സ്റ്റിഗ്മ എക്സ്പോസ്ഡ് ആണ്. എക്സ്പോസ്ഡ് എന്ന് വെച്ചാൽ മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഓപ്പൺ ടൈപ്പ് ഫ്ലവർ. ഇറ്റ് അക്സെപ്റ്റ് പോളിനേഷൻ ഫ്രം എനി അതർ ഫ്ലവർ. അപ്പം അതായത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ജനറലായിട്ട് സെൽഫ് പോളിനേഷനാണ് നടക്കുന്നത്. പക്ഷേ കാസ്മോഗ്യാമസ് ഫ്ലവർ എന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓപ്പൺ ടൈപ്പ് ഫ്ലവർ ആണ് എന്നിട്ടുള്ള കാര്യമാണ്. സ്റ്റിഗ്മയും ആന്തറും എക്സ്പോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അതായത് ഓപ്പൺ ടൈപ്പ് ഫ്ലവർ അത്രേ അറിഞ്ഞാൽ മതി. അടുത്ത രണ്ടാമത്തത് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ ആണ്. അത് ഡു നോട്ട് ഓപ്പൺ ടൈപ്പ്, അതായത് ക്ലോസ്ഡ് ടൈപ്പ് ഫ്ലവർ ആണ്. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ലൈ ക്ലോസ് ടു ഈച്ച് അതർ. ആന്തറും സ്റ്റിഗ്മ അവിടെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവായിട്ടുള്ള സെൽഫ് പോളിനേഷനാണ് നടക്കുന്നത്. ഡു നോട്ട് ഓപ്പൺ ടൈപ്പ്, ആന്തർ ആൻഡ് സ്റ്റിഗ്മ ലൈ ക്ലോസ് ടു ഈച്ച് അതർ, ഇഫക്റ്റീവ് സെൽഫ് പോളിനേഷൻ ടേക്സ് പ്ലേസ്. അടുത്തതായിട്ട് ഗെയ്റ്റണോഗമിയും സെനോഗമിയും ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഗെയ്റ്റണോഗമി എന്താണെന്ന് ചോദിച്ചാൽ പോളിനേഷൻ അച്ചീവ്ഡ് വിത്തിൻ ദി ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് സെയിം പ്ലാന്റ്. സെയിം പ്ലാന്റിലെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ തമ്മിലുള്ള പോളിനേഷൻ ആണ് ഗെയ്റ്റണോഗമി. അടുത്ത സെനോഗമി. അപ്പോൾ ഗെയ്റ്റണോഗമിയും ഒരു സെൽഫ് പോളിനേഷൻ മെത്തേഡാണ്. അടുത്ത സെനോഗമി എന്നത് പോളിനേഷൻ അച്ചീവ്ഡ് വിത്തിൻ ദി ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്. പോളിനേഷൻ അച്ചീവ്ഡ് വിത്തിൻ ദി ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്. ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ് ആണ് സെനോഗമി. അടുത്തതായിട്ട് പോളിനേഷൻ നടത്തുന്ന ഏജൻറ്റുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. 7 മാത്രമല്ല ഉള്ളത്, ഒരുപാടുണ്ട്. നമ്മുടെ ടെക്സ്റ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് പറയുമ്പം ചില പോയിൻറ്റ്സ് വരുന്ന 7 മാത്രമേ, ഏറ്റവും അടുത്തുള്ള 7 മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ എന്നതാണ്. സൂഫിലി എന്നാൽ പോളിനേഷൻ അച്ചീവ്ഡ് ത്രൂ അനിമൽസ്. അനിമൽസ് വഴിയാണ് പോളിനേഷൻ നടക്കുന്നത്. ആന്ത്രോപോഫിലി എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ പറയുന്ന പേരാണ്. മെലാക്കോഫിലി എന്ന് പറഞ്ഞാൽ ബൈ സ്നെയിൽസ് വഴിയാണ്. ഓർണിത്തോഫിലി എന്ന് വെച്ചാൽ ബേർഡ് വഴിയുള്ള പോളിനേഷനാണ്. അനിമോഫിലി എന്ന് വെച്ചാൽ വിൻഡ് വഴിയുള്ള പോളിനേഷനാണ്. ഹൈഡ്രോ മീൻസ് വാട്ടർ വഴിയുള്ള പോളിനേഷനാണ്. എൻഡോമോഫിലി മീൻസ് ബൈ ഇൻസെക്റ്റ് പോളിനേഷൻ പറയുന്ന പേരാണ് എൻഡമോഫിലി. അനിമോഫിലിക്കും എൻഡമോഫിലിക്കും ഒരു സ്ക്വയർ ഇട്ടിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അനിമോഫിലിക് ഫ്ലവറിനും എൻഡമോഫിലസ് ഫ്ലവറിനും പ്രത്യേകതകളുണ്ട്. അനിമോഫിലി അല്ലെങ്കിൽ വിൻഡ് പോളിനേഷൻ നടക്കുന്ന ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ അത് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ ആയിരിക്കും, പെട്ടെന്ന് പുറത്ത് വരും അല്ലേ. വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമൻ ആയിരിക്കും. അതുപോലെ തന്നെ ലാർജ് ഫെദറി സ്റ്റിഗ്മ ആയിരിക്കും അതിൻ്റെ ഫീമെയിൽ പ്ലാന്റിന്. അതായത് സ്റ്റിഗ്മയ്ക്ക് നല്ല സർഫസ് ഏരിയ ഉണ്ടെങ്കിലേ കാറ്റത്ത് പറന്ന് വരുന്ന സ്റ്റേമൻസിനെ നമുക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. വിൻഡ് പോളിനേഷൻ അല്ലേ. അടുത്തതായിട്ട് എൻഡമോഫിലി, ഇൻസെക്റ്റ് വന്ന് പോളിനേഷൻ നടത്തുന്ന പ്ലാന്റുകളിലെ ഫ്ലവേഴ്സിന് ഉണ്ടാകുന്ന പ്രത്യേകതകളാണ് ഫ്ലവേഴ്സ്. നമ്മളൊരു ചെമ്പരത്തിപ്പൂ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പൂക്കൾ നോക്കിയാൽ മതി. ഫ്ലവേഴ്സ് ക്യാരക്ടേഴ്സ് ഓഫ് എൻഡമോഫിലസ് ഫ്ലവർ. ലാർജ് ഫ്ലവർ ആയിരിക്കും, ഫ്രാഗ്രൻസ് ഉണ്ടാകും, ഒരു നല്ല മണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു നെക്ടർ ഉണ്ടായിരിക്കും. ആ ഇൻസെക്റ്റിന് കൊടുക്കുന്ന റിവാർഡാണ് നെക്ടർ. അതുപോലെ തന്നെ അട്രാക്റ്റീവ് കളറായിരിക്കും അല്ലേ. റോസ്, അതുപോലെ ചെമ്പരത്തിപ്പൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള അട്രാക്റ്റീവ് കളേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഇൻസെക്റ്റിനെ പോളിനേഷന് വേണ്ടിയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റിൻ്റെ ട്രിക്കാണ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഷോസ് ചെയ്യുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണിത്. അടുത്തതായിട്ട് പറയുന്നത് ഔട്ട് ബ്രീഡിങ് ഡിവൈസസുകൾ എന്നാൽ എന്താണെന്നാണ്. അതായത് ക്രോസ് പോളിനേഷൻ നടക്കാൻ ഒരു പ്ലാന്റിൽ സ്വയമേ ഉണ്ടാകുന്ന പ്രത്യേകതകൾക്ക് പറയുന്ന പേരാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസുകൾ. അതായത് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് ഒരുപാട് നാൾ സെൽഫ് പോളിനേഷൻ നടന്നാൽ എന്തുണ്ടാവും,
അവിടെ സ്റ്റെറൈലായി പോകാനുള്ള ചാൻസ് ഉണ്ട് പ്ലാന്റ്സ്. അതായത് പിന്നെ പ്രൊഡക്ടിവിറ്റി നിൽക്കും. അതുകൊണ്ടിട്ടാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസുകൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത്. ഏതൊക്കെയാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസുകൾ എന്ന് നോക്കാം. പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. അതായത് പോളൻ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റിഗ്മയ്ക്ക് റിസെപ്റ്റിവിറ്റി ഉണ്ടാകത്തില്ല. ഇനി സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആയിട്ടുള്ള സമയത്ത് പോളൻ റിലീസ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള പ്ലാന്റ്സ് അവിടെ അപ്പം ക്രോസ് പോളിനേഷൻ നടക്കും, സെൽഫ് പോളിനേഷൻ നടക്കില്ല. അടുത്ത ആന്തർ ആൻഡ് സ്റ്റിഗ്മ പ്രൊഡ്യൂസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ. ഇപ്പോൾ ആന്തർ ഏറ്റവും താഴെയും സ്റ്റിഗ്മ ഏറ്റവും മുകളിലും ആണെങ്കിൽ എങ്ങനെയാണ് ആന്തർ പോയി ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോയി ചെല്ലുന്ന ലാൻഡ് ചെയ്യുന്നത്? പറ്റില്ല. ആന്തർ ആൻഡ് സ്റ്റിഗ്മ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ. അടുത്ത സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. അതായത് സ്വന്തമായിട്ടുള്ള പോളൻ ഗ്രെയിൻസ് സ്വന്തമായിട്ടുള്ള സ്റ്റിഗ്മയിൽ ഒരിക്കലും പറ്റിപ്പിടിക്കില്ല. അവൺ പോളൻ ഗ്രെയിൻസ് ഫെയിൽസ് ടു ലാൻഡ് അവൺ സ്റ്റിഗ്മ ഓഫ് ദി പിസ്റ്റൽ ഓഫ് ദി സെയിം ഫ്ലവർ. അടുത്ത പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവർ. അതായത് ഒരു പ്ലാന്റിൽ, അതായത് മെയിൽ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു യൂണിസെക്ഷൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നുകിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, അങ്ങനെയുള്ള ഫ്ലവേഴ്സ് മാത്രമേ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യൂ. അപ്പോൾ നമുക്ക് അവിടെ തന്നെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ അല്ലേ, അതിന് ഓപ്പോസിറ്റ് സെക്സ് വേണ്ടേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു കാര്യമാണ് ഡയേസി. ഡയേസി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നുകിൽ പ്ലാന്റ് മെയിലായിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. അപ്പം അവിടെയും ക്രോസ് പോളിനേഷനുള്ള ചാൻസാണ് കാണുന്നത്. ഇത്രയും കാര്യമാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസിൽ ABCDE ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഔട്ട് ബ്രീഡിങ് ഡിവൈസസിന് ശേഷം പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷനാണ്. പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷനാണ് നടക്കുന്നത്. എന്താണ് പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ എന്ന് ചോദിച്ചാൽ ഓൾ ദി ഇവൻറ്റ്സ് ഫ്രം പോളൻ ഡിപ്പോസിഷൻ ഓൺ സ്റ്റിഗ്മ അൺടിൽ പോളൻ ട്യൂബ് എൻറ്റേഴ്സ് ടു ദി ഓവ്യൂൾ. അതായത് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ പതിച്ചതിന് ശേഷം ഓവ്യൂളിലേക്ക് പോളൻ ട്യൂബ് അല്ലെങ്കിൽ പോളൻ്റെ ആക്ഷൻ എത്തുന്നത് വരെയുള്ള ഈവൻറ്റുകൾക്ക് പറയുന്ന പേരാണ് പോളൻ പിസ്റ്റൽ ഇൻ്ററാക്ഷൻ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളത് പിസ്റ്റൽ എന്ന ഫീമെയിൽ പാർട്ട് കറക്റ്റായിട്ടുള്ള പോളൻ ആണോ വന്നേക്കുന്നതെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഈവൻ്റാണ്. പിസ്റ്റൽ റെക്കഗ്നൈസ് ദി റൈറ്റ് പോളൻ, ഇഫ് ഇറ്റ്സ് റോങ് ഇറ്റ്സ് റിജക്ട്സ്. റൈറ്റ് പോളനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, റോങ് പോളൻ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുമെന്ന് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടും ടെക്സ്റ്റിൽ രണ്ടുപേരും പറയുന്നുണ്ട്. രണ്ടാമത്തേത് പോളൻ ഗ്രെയിൻസ് മൂവ് ചെയ്യുന്നു സ്റ്റിഗ്മ ടു സ്റ്റൈൽ ടു ഓവറി. സ്റ്റൈൽ ഓവറിയുടെ ബൗണ്ടറി വരെ വന്ന് നിൽക്കും. ആൻഡ് ഇറ്റ് എൻഡർ ടു ഓവ്യൂൾ ത്രൂ മൈക്രോപൈലാർ റീജിയൻ. അപ്പം മൈക്രോപൈൽ റീജിയനിലല്ല നമ്മൾ മുമ്പ് പറഞ്ഞത് ഇൻഡഗുമെൻ്റ് എന്ന കവറിങ് ആബ്സെൻ്റ് ആയിട്ടുള്ള, പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഇൻഡഗുമെൻ്റ് എന്ന കവറിങ് ആബ്സെൻ്റ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എന്ത് എൻട്രി ചെയ്യുന്നത്? നമ്മുടെ പോളൻ ഗ്രെയിൻസ് എൻട്രി ചെയ്യുന്നത്. പോളൻ ഗ്രെയിൻസ് ആയിട്ടല്ല എൻട്രി ചെയ്യുന്നത്. ഇത് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി 3 റീജിയനിലൂടെ കിടക്കുന്ന ആ ഒരു സമയത്ത് ഈ പോളൻ ഗ്രെയിൻസിന് മെച്ചുറേഷൻ സംഭവിക്കും. അതായത് അതിന് ഡിവിഷൻ സംഭവിക്കും. ആ ഡിവിഷനാണ് നമ്മൾ 3ാമത്തെ സ്റ്റേജിൽ എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു പ്രോസസ്സിൽ 2ാമത്തെ സ്റ്റെപ്പിൽ തന്നെയാണ് നടക്കുന്നത്. പോളൻ ഗ്രെയിൻസിലെ ജനറേറ്റീവ് സെല്ല് ഉണ്ടല്ലോ, അതായത് സ്മോൾ സെല്ല്, ജനറേറ്റീവ് സെല്ല് ഡിവൈഡ്സ് ടു ഫോം 2 മെയിൽ ഗമേറ്റ്സ്. അപ്പം ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗമേറ്റ്സ് ആയിട്ട് മാറും. എത്ര എണ്ണോ? 2 മെയിൽ ഗമേറ്റ്സ്. ഓക്കെ, അടുത്ത കാര്യമാണ് എൻട്രി ഓഫ് ദി ഗമേറ്റ്സ് ഇൻ ടു എംബ്രിയോസാക്ക്. അടുത്തതായിട്ട് എംബ്രിയോസാക്കിലേക്ക് ഗമേറ്റ്സ് എൻ്റർ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ ഫിലിഫോം അപ്പാരറ്റസ്. അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസിൽ നിന്നിട്ടുള്ള എൻസൈമുകൾ സെക്രീറ്റ് ചെയ്തിട്ട് അത് ഈ കറക്റ്റ് ഒരു മെയിൽ ഗമേറ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ, അതിന് കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ഫിലിഫോം അപ്പാരറ്റസ് ഇതുവഴി കയറ്റി വിടത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മുൻപിലത്തെ നോട്ട്സിലുണ്ടല്ലോ ഈ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഒക്കെ പടം കണ്ടോ. എംബ്രിയോസാക്കിൽ എവിടെയാണ് ഫിലിഫോം അപ്പാരറ്റസ് കണ്ടോ? മെയിൽ ഗമേറ്റ്സ് മൈക്രോപൈലാർ റീജിയനിലൂടെ കടന്നു വന്നിട്ട് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ അവിടെ വന്ന് ഫിലിഫോം അപ്പാരറ്റസ് ഗൈഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു മെയിൽ ഗമേറ്റ് വന്ന് എഗ് സെല്ലിനെയും ഫ്യൂസ് ചെയ്യും, ഒരു മെയിൽ ഗമേറ്റ് വന്ന് പോളാർ ന്യൂക്ലിയസിനെയും ഫ്യൂസ് ചെയ്യും. പോളാർ ന്യൂക്ലിയസ് അപ്പം ട്രിപ്ലോയിഡ് ആയിട്ട് മാറുകയെ. അപ്പോൾ അതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ 4 കാര്യങ്ങളും പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന ടെക്നിക്കാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ആൻജിയോസ്പേംസിൽ 2 ഫ്യൂഷനാണ് നടക്കുന്നത്. ഞാൻ ഓൾറെഡി ഇപ്പം പടം കാണിച്ചിട്ട് പറഞ്ഞ അതേ കാര്യം. ഒരു മെയിൽ ഗമേറ്റ് എഗ് സെല്ലുമായിട്ട് ചേർന്നിട്ട് സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സ്, അതിന് പറയുന്ന പേരാണ് സിൻഗമി. എന്താണ് സിൻഗമി? അടുത്തതായിട്ട് അടുത്ത മെയിൽ ഗമേറ്റ് വന്നിട്ട് പോളാർ ന്യൂക്ലിയസുമായിട്ട് ചേർന്നിട്ട് PEN ആവും, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവും. ആ പ്രോസസ്സിന് പറയുന്ന പേര് ട്രിപ്പിൾ ഫ്യൂഷൻ. എന്തുകൊണ്ടാണ് ആൻജിയോസ്പേംസിലെ ഫെർട്ടിലൈസേഷൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് കണ്ടെയ്ൻസ് 2 ഫെർട്ടിലൈസേഷൻ, 2 ഫ്യൂഷൻ, സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഇത് രണ്ടുമാണ് എഴുതി കൊടുക്കേണ്ടത്.
ഓക്കെ, ഈ പെൻ എന്ന് പറയുന്നില്ല പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ദിസ് ഡെവലപ്സ് ടു PEC, പ്രൈമറി എൻഡോസ്പേം സെല്ലായിട്ട് മാറുകയും ആൻഡ് ടു ഫോം എൻഡോസ്പേം. അപ്പം എൻഡോസ്പേം എന്നൊരു സാധനമാണ് ഈ PEN എന്ന് പറഞ്ഞിട്ടുള്ള സാധനം രൂപാന്തരം പ്രാപിച്ചിട്ട് ആവുന്നത്. ഇനി സൈഗോട്ട് വളർന്നിട്ടാണ് അടുത്ത എംബ്രിയോ ആയിട്ട് മാറുന്നത്. എൻഡോസ്പേം എന്ന ആളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നറിഷ്മെൻറ്റ് ഈസ് ദി മെയിൻ ഫംഗ്ഷൻ. അതായത് ഡെവലപ്പ് ചെയ്ത് വരുന്ന സൈഗോട്ടിന് വേണ്ടുന്ന ഫുഡ് സപ്ലിമെൻറ്റ്സ് കൊടുക്കുക എന്നതാണ് എൻഡോസ്പേമിൻ്റെ ഫംഗ്ഷൻ. നമുക്ക് നമ്മുടെ തേങ്ങ കോക്കനട്ട് നമ്മളെടുത്താൽ കോക്കനട്ട് വാട്ടർ എന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമാണ്, വൈറ്റ് കർണൽ എന്നത് സെല്ലുലാർ എൻഡോസ്പേമാണ്. അതെന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സൈഗോട്ട് എന്ന് പറയുന്നത് 2N കണ്ടീഷനാണ്, പെൻ എന്ന് പറയുന്നത് 3N കണ്ടീഷനാണ്. ഇവിടെ 3 ന്യൂക്ലിയസ് ആണ് ഇരിക്കുന്നത്. 3N കണ്ടീഷന് സക്സസീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ ക്ലീവേജ് നടക്കുമ്പോഴത്തേക്ക് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുമ്പോഴത്തേക്ക് ഫ്രീ ന്യൂക്ലിയർ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് മാറുന്നു. അങ്ങനെയാണ് കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആയിട്ട് മാറിയത്. അടുത്ത അതിൻ്റെ വൈറ്റ് കർണൽ എന്ന് പറയുന്നത് സെല്ലുലാർ എൻഡോസ്പേം ആണ്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എംബ്രിയോ എന്ന സെക്ഷനാണ്. ഇവിടെ നമ്മൾ ഡൈക്കോട്ടിൻ്റെ കേസിലും മോണോക്കോട്ടിൻ്റെ കേസിലും പറയുന്നുണ്ട്. അപ്പം ഒരു എംബ്രിയോ ആയിട്ട് മാറുമ്പം ഡൈക്കോട്ടിലാകുമ്പോഴത്തേക്ക് 2 കോട്ടിലിഡൻസ് ഉണ്ടാവും. ഒരു എംബ്രിയോ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും. ആ എംബ്രിയോണൽ ആക്സിസിന് ടോപ്പ് പോർഷന് പറയുന്ന പേരാണ് എപ്പികോട്ടൈൽ. അതുപോലെ എംബ്രിയോണൽ ആക്സിസിന് ബോട്ടം പോർഷന് താഴ്ഭാഗത്തിന് പറയുന്ന പേരാണ് ഹൈപ്പോകോട്ടൈൽ. ഇൻ കേസ് ഓഫ് ഡൈക്കോട്ട് എംബ്രിയോയുടെ കേസിൽ എംബ്രിയോണൽ ആക്സിസിന് ടോപ്പിന് പറയുന്ന പേര് പ്ലിമ്യൂൾ എന്നതാണ്. അത് വളർന്നിട്ട് ഷൂട്ട് സിസ്റ്റം ഉണ്ടാവും. ഇനി റാഡിക്കിൾ എന്നത് എംബ്രിയോണൽ ആക്സിസിന് താഴെയുള്ള പോർഷന് ബോട്ടം പോർഷന് പറയുന്ന പേരാണ്. റാഡിക്കിൾ വളർന്നിട്ടാണ് റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം പ്ലിമ്യൂൾ വളർന്നിട്ട് ഷൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യും, റാഡിക്കിൾ വളർന്നിട്ട് റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അടുത്ത മോണോകോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സിംഗിൾ കോട്ടിലിഡൻ ആണ്. സിംഗിൾ കോട്ടിലിഡൻസ് ആണ് മോണോകോട്ടിൽ കാണുന്നത്. കോൾഡ് ഷീൽഡ് ഷേപ്പ് സ്കൂട്ടെല്ലം. അതിൻ്റെ പടം ടെക്സ്റ്റിലുണ്ട്. ഷീൽഡ് ഷേപ്പ് ആയിട്ടുള്ള സിംഗിൾ കോട്ടിലിഡൻ സ്കൂട്ടെല്ലത്തിൻ്റെ പടം നമ്മൾ നോക്കുക. മോണോകോട്ട് നോക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ അതിൻ്റെ എംബ്രിയോയിൽ എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. എംബ്രിയോണൽ ആക്സിസിന് ടോപ്പ് പോർഷന് പറയും കോളിയോപ്റ്റൈൽ എന്നും ഇനി ബോട്ടം പോർഷന് പറയും കോളിയോറൈസ എന്നും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മോണോകോട്ടിൻ്റെ കാര്യം പറയാം. എംബ്രിയോണൽ ആക്സിസിന് താഴ്ഭാഗത്തിന് ഹൈപ്പോകോട്ടൈൽ റീജിയനിൽ കാണപ്പെടുന്ന റൂട്ട്സിനെ അല്ലെങ്കിൽ റൂട്ട് സിസ്റ്റത്തെ കവർ ചെയ്തുള്ള സിസ്റ്റമാണ് കോളിയോറൈസ. ഇനി എപ്പികോട്ടൈൽ റീജിയനിൽ, അതായത് എംബ്രിയോണൽ ആക്സിസിന് ടോപ്പ് വരുന്നതിൻ്റെ ഷൂട്ട് സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ഒരു എൻഡാണ് കോളിയോപ്റ്റൈൽ എന്നതുകൊണ്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡൈക്കോട്ടിൻ്റെ മോണോകോട്ടിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്തതായിട്ട് പറയുന്നത് സീഡിനെ കുറിച്ചിട്ടാണ്. ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ എന്നൊക്കെ പറയുന്ന ആളാണ് സീഡ്. ഫൈനൽ പ്രോഡക്റ്റ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സീഡ്. അതായത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവ്യൂൾ എന്ന് പറയുന്നവരാണ് സീഡ്. 2 ടൈപ്പ് സീഡുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒന്ന് ആൽബുമിനസ് സീഡും രണ്ടാമത്തത് നോൺ ആൽബുമിനസ് സീഡും. ആൽബുമിനസ് സീഡ് എന്താണെന്ന് ചോദിച്ചാൽ മെച്വർ സീഡ് കണ്ടെയ്ൻസ് എൻഡോസ്പേം. ദാറ്റ് മീൻസ് എൻഡോസ്പേം സീഡിൻ്റെ ഡെവലപ്മെൻറ്റിൽ മുഴുവനായിട്ട് കൺസ്യൂം ചെയ്യുന്നില്ല. മെച്വർ സീഡ് കണ്ടെയ്ൻസ് എൻഡോസ്പേം ഈസ് നോട്ട് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഡ്യൂറിങ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. എംബ്രിയോ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് എൻഡോസ്പേം നറിഷ്മെൻ്റാണ് ഫംഗ്ഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് യൂസ് ചെയ്ത് തീരാത്തതിനാണ് ആൽബുമിനസ് സീഡ് എന്ന് പറയുന്നത്. ഇനി നോൺ ആൽബുമിനസ് ഓർ എക്സ് ആൽബുമിനസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കൺസ്യൂം ചെയ്തത്. അതായത് മെച്വർ സീഡ് നോട്ട് കണ്ടെയ്ൻസ് എൻഡോസ്പേം. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഇറ്റ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഡ്യൂറിങ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്താണ് ആൽബുമിനസ് സീഡ്, നോൺ ആൽബുമിനസ് സീഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സീഡിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സീഡ് ഡോർമൻസി. ഇനാക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് എംബ്രിയോ എന്നതാണ് സീഡ് ഡോർമൻസി. അതായത് സീഡ് ഒരു ഉറക്കത്തിലേക്ക് പോകുന്നു, അവിടെ മെറ്റബോളിക് ആക്ടിവിറ്റിയൊക്കെ സ്ലോ ആയിരിക്കും. ഇത്തരത്തിൽ സീഡ് ഡോർമൻസി കൂടുതലുള്ള റെക്കോർഡുകളൊക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ലുപ്പീൻസ് എന്ന ട്രീൻ്റെ സീഡിന് 10,000 ഇയേഴ്സ് സീഡ് ഡോർമൻസി കപ്പാസിറ്റി ഉണ്ട്. ഈ ഡേറ്റ് പാം നിങ്ങൾക്കറിയില്ലേ, ഡേറ്റ് പാമിന് 2000 ഇയേഴ്സ് സീഡ് ഡോർമൻസി ഉണ്ട്. അതായത് 2000 വർഷം 2000 ഇയേഴ്സ് ഇത് നശിക്കാതെ കിടക്കും. അതിൻ്റെ സീഡിന് വയബിലിറ്റി കാണും. മീൻസ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വന്നാൽ അവിടുന്ന് സീഡ് ജെർമിനേഷൻ നടക്കുന്നതായിട്ട് കാണാം. മീൻസ് മെറ്റബോളിക് റേറ്റ്സ് 2000 ഇയേഴ്സ് വരെ കണ്ടിന്യൂസ് ചെയ്യുന്നു.
ഈ റീപ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടാകുന്ന ചേഞ്ചസുകൾ ഇമ്പോർട്ടൻസ് ആണ്. ഓവ്യൂള് വളർന്നിട്ട് സീഡായിട്ട് മാറും, ഓവറി വളർന്നിട്ട് ഫ്രൂട്ടായിട്ടാണ് മാറുന്നത്, ഓവറി വാൾ വളർന്നിട്ട് ഫ്രൂട്ട് വാൾ അല്ലെങ്കിൽ പെരികാർപ്പ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഫ്രൂട്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫാൾസ് ഫ്രൂട്ട്, ട്രൂ ഫ്രൂട്ട്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. എന്താണ് ഫാൾസ് ഫ്രൂട്ട് എന്ന് ചോദിച്ചാൽ ഫ്രൂട്ട് ഡെവലപ്സ് ഫ്രം അതർ ദാൻ ഓവറി. ഓവറിയിൽ നിന്നല്ലാതെ വളർന്നു വരുന്ന ഫ്രൂട്ടുകൾക്ക് പറയുന്നവരാണ് ഫാൾസ് ഫ്രൂട്ട്. എക്സാമ്പിൾ ആപ്പിൾ. തലാമസ് എന്ന പാർട്സാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. തലാമസ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട്. അടുത്തതായിട്ട് ട്രൂ ഫ്രൂട്ട് എന്താണെന്ന് നോക്കാം. ഫ്രൂട്ട് ഡെവലപ്സ് ഫ്രം ഓവറി, അതായത് കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് പറയുന്നവരാണ് ട്രൂ ഫ്രൂട്ട്. അടുത്ത പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഫ്രൂട്ട് ഡെവലപ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ കോൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അതായത് ഫ്രൂട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഫ്രൂട്ട് ഡെവലപ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഫ്രൂട്ടും പഠിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് പഠിക്കാനുള്ളത് അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി എന്നാൽ എന്താണ്. അപ്പോമിക്സിസ് ഈസ് എ സ്പെഷ്യൽ മെക്കാനിസം ടു പ്രൊഡ്യൂസ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു സ്പെഷ്യൽ മെക്കാനിസം വഴി സീഡ് ഉണ്ടാകുന്നതിന് പറയുന്ന ആ ഒരു ടേമാണ് അപ്പോമിക്സിസ്, ആ ഒരു ടെക്നിക്ക്. അടുത്തതായിട്ട് എന്താണ് പോളി എംബ്രിയോണി എന്നിട്ടുള്ള കാര്യമാണ്. ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്. ഒരു സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് കണ്ടെയ്ൻ ചെയ്യുന്ന അതിൻ്റെ ഒക്കറൻസിന് പറയുന്ന പേരാണ് പോളി എംബ്രിയോണി. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ എല്ലാ കൂട്ടർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് അടുത്ത ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കുട്ടികളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ.